ഞാൻ ഈ ഫീൽഡിലേക്ക് കടന്നത് ക്യാമ്പസിൽ സെയിൻറ്റ് ട്രീസസ് കോളേജിലെ ടെസ് ആയതുകൊണ്ട് ഈ ക്യാമ്പസിൽ നിന്ന് വന്നൊരു കുട്ടി ആയതുകൊണ്ട് ഇതിനെ പിടിച്ച് ആങ്കർ ചെയ്യാനായിട്ട് വിടുന്നു. അങ്ങനെ ഒരു രീതിയിലല്ല ഞാൻ വന്നത്. ടി വിയിലൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, ആങ്കേഴ്സ് വാണ്ടഡ് എന്ന്. അങ്ങനെ ഇത് കണ്ടു. ഞാൻ സ്ക്രീൻ ടെസ്റ്റിന് പോയി. സ്ക്രീൻ ടെസ്റ്റിൽ കണ്ടപ്പോൾ അവർക്ക് തോന്നി കാണണം ഞാൻ കൊള്ളാമെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ കയറിയത്. അതുപോലെ തന്നെയാണ് രമ്യയും. ആങ്കേഴ്സ് വാണ്ടഡ് എന്നൊരു അഡ്വർടൈസ്മെൻറ്റ് വന്ന് രമ്യ അങ്ങനെയാണ് കയറിയത്. കലയുണ്ടെങ്കിൽ കലയെ ആൾക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥാനം കിട്ടിയിരിക്കും. അത് തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ അതിനൊരു അവസരം വേണം. അങ്ങനെ ടി വി ചാനലുകൾ അങ്ങനെ ഒരുപാട് അവസരം കൊടുക്കുന്നുണ്ട്. ആ അവസരം കണ്ട് അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലും ഒരാൾക്ക് ആങ്കർ ആകാം. ഒരാൾക്കല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിലും ആങ്കർ ആകാം. അപ്പോൾ ടെസ്റ്റ് ചേച്ചി പറഞ്ഞ കലയുള്ള എല്ലാവർക്കും ആർക്കും വന്നാൽ ഈ ഫീൽഡിൽ കയറാണ്. പക്ഷേ ഈ സെൻറ്റർ എസ് പഠിക്കുന്നവർക്ക് മാത്രമേ ഈ കലയുള്ളൂ. ഈ സെൻറ്റർ എസ് പഠിക്കുന്നവർ മാത്രമാണല്ലോ ഈ ടി വി പ്രോഗ്രാമിലോട്ടും സിനിമാ ഫീൽഡിലോട്ടൊക്കെ കയറി വരുന്നത്. അഭിരാമി, ദിവ്യാമണി, രവി ചേച്ചി, ഹലോ ഒരു കാര്യം ചോദിച്ചത്, ഈ സെൻറ്റർ എസ് പഠിക്കുന്നവർക്ക് മാത്രം ഈ ഫീൽഡിലോട്ട് വരാൻ എവിടുന്ന് ഈ ബൂസ്റ്റപ്പ് കിട്ടുന്നതാണ് ഞാൻ പറയാം. ഒന്നാമത് ഞങ്ങളുടെ കോളേജിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ വളരെയേറെ കലയെ പരിപോഷിപ്പിക്കും. മാത്രമല്ല തൊലിക്കട്ടി കുറച്ച് കൂടുതലുള്ള കോളേജ് തന്നെയാണ് സെൻറ്റ് ട്രീസസ്, പറയാതിരിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ പ്രൂവ് ചെയ്ത കാര്യം കൂടിയാണ്.